ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഓർ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. ഏതൊരു ആവറേജ് ആയാലും അതൊരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന രൂപത്തിൽ മീൻ ആയാലും മീഡിയൻ ആയാലും മോഡ് ആയാലും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജിൽ നിന്ന് അതിൻ്റെ മറ്റു വാല്യൂസ് ആ ഒരു പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഇൻഡിവിജ്വൽ സീരീസ് ആയാലും ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും കണ്ടിന്യൂസ് സീരീസിലെയും മറ്റു ഒബ്സർവേഷൻസ് എത്രത്തോളം ഈ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുള്ള ആവറേജിൽ നിന്ന് വേരിയൻ്റ് ആണ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആണ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ആൻ ആവറേജ് ഓർ എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഫോർ ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ. It fails to give a complete picture of distribution. That is, an average does not tell us the scatter or spread or internal variability of the data. Therefore, an average is inadequate to describe the distribution completely. ഓൾറെഡി നമ്മൾക്ക് ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയനോ മോഡോ അല്ലെങ്കിൽ മീനോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ ആ മീൻ ഓർ മീഡിയൻ അല്ലെങ്കിൽ മോഡിൻ്റെ വാല്യൂസ് ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു മീനിങ് ഓർ പിക്ചർ തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിലുള്ള വാല്യൂസ് എത്രത്തോളം സ്കാറ്റേർഡാണ്, വാല്യൂസ് എത്രത്തോളം വേരിയബിളാണ്, ഒരു വാല്യൂ അടുത്ത വാല്യൂയിൽ എത്ര വ്യത്യാസം വരുന്നു, ഈ കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയപ്പെടുന്ന ആവറേജ് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. So it is necessary to supplement the measures of central tendency by means of measures of internal variability or scatter of the distribution. അപ്പോൾ തന്നിരിക്കുന്ന സീരീസിൽ ഇൻറ്റേർണൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആ വേരിയബിൾസിൻ്റെ ഉള്ളിൽ എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട്, സ്കാറ്റർനെസ് ഉണ്ട്, ഡിസ്പേഴ്സനസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പേർഷൻ ഉപയോഗിക്കാം എന്നുള്ള. അപ്പോൾ സോ ദ സ്കാറ്റർ ഓർ ദ സ്പ്രെഡ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്പേർഷൻ. അപ്പോൾ തന്നിരിക്കുന്ന സീരീസിൻ്റെ വേരിയബിൾസ് ഓരോ ഒബ്സർവേഷൻസും തമ്മിലുള്ള വേരിയേഷൻസ് എത്രയാണെന്നുള്ളതാണ് ഡിസ്പേർഷൻ മുഖാന്തരം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്പേർഷൻ ഈസ് ദ മെഷർ ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ ഐറ്റംസ്. ഓരോ ഐറ്റംസും തമ്മിലുള്ള വേരിയേഷൻ, അത് ഫ്രം മീനാവാം, മീഡിയൻ ആവാം, മോഡും ആവാം. അപ്പോൾ അതിൽ നിന്നുള്ള വേരിയേഷൻസ് എത്രയുണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പേർഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. This measures the extent to which the item differ from each other measures, or the dispersion help us in studying the extent to which the observation are scattered around the average or central value. അപ്പോൾ ഓരോ വേരിയബിൾസ് തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ഒരു സീരീസിലെ ഓരോ 1/1 ആയിട്ടുള്ള ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസസും വേരിയേഷൻസും സ്കാറ്റേഴ്സ്നെസ്സും ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓരോ ഐറ്റംസും അതിൻ്റെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മീൻ, മീഡിയൻ ഓർ മോഡിൽ നിന്ന് എത്രത്തോളം വേരിയൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിനും നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത്. സോ ദീസ് മെഷേഴ്സ് ആർ ഹെൽപ്ഫുൾ ഇൻ കമ്പയറിംഗ് 2 or more സെറ്റ്സ് ഓഫ് ഡാറ്റ വിത്ത് റെസ്പെക്ട് ടു ദെയർ വേരിയബിലിറ്റി. അപ്പോൾ 2 സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അവ തമ്മിൽ എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട് എന്നെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പേർഷൻ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പേർഷൻ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, കമ്പാരിസൺ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആ ഡാറ്റയെ നമുക്ക് കമ്പയർ ചെയ്യുന്നതിനും അതിൽ എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട്. ഒരുപാട് വേരിയബിൾ ഉള്ള ഒരു ഡാറ്റയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഡാറ്റയായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. വേരിയബിലിറ്റി കൂടുതലുള്ള ഡാറ്റയിൽ നിന്ന് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന നിഗമനം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നിഗമനം തെറ്റായിട്ട് മാറും. അപ്പോൾ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ കമ്പാരിസൺ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് മറ്റൊന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജിനിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഡാറ്റയുടെ ഹോമോജിനിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിനും ആ ഡാറ്റ എത്രത്തോളം യൂണിഫോം ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ഡിസ്പേർഷൻ നമ്മളെ ഹെൽപ്ഫുള്ളാണ്. ഫോർ ജഡ്ജിങ് ദ റിലയബിലിറ്റി ഓഫ് ആവറേജ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ആവറേജ് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ആ ആവറേജ് ഫൗണ്ട് ചെയ്യുന്ന ആവറേജ് ഈ വേരിയബിലിറ്റി കൂടുതൽ ആണ് എങ്കിൽ, ഡാറ്റ തമ്മിലുള്ള വേരിയബിലിറ്റി കൂടുതൽ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആവറേജിൻ്റെ റിലയബിലിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൈലി വേരിയബിൾ ആയിട്ടുള്ള ഡാറ്റ, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എംപ്ലോയീസിൻ്റെ ഡാറ്റ എടുക്കുന്നു, എംപ്ലോയീസിൻ്റെ ഇൻകം എടുത്തു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ അതിൽ 4 എംപ്ലോയീസിൻ്റെയും സാലറി എന്ന് പറയുന്നത് 500 to 1000 ഇടയിലും 5ാമത്തെ എംപ്ലോയിയുടെ സാലറി 20,000 ആണ് എങ്കിൽ ദർ വിൽ ബി ഹൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീൻ
wage and also the individual wage of these 5. അപ്പോൾ 5 പേരുടെയും തമ്മിലുള്ള വേജും അതുപോലെ തന്നെ മീൻ വേജും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു റിലയബിലിറ്റി, ആവറേജിൻ്റെ റിലയബിലിറ്റി നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എത്രത്തോളം വേരിയേഷൻ വരുന്നോ അത്രത്തോളം എന്ത് ചെയ്യും, ഈ ഒരു വേരിയബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ദെൻ അടുത്തൊന്ന് യൂസ്ഫുൾ ഫോർ കൺട്രോളിങ് വേരിയബിലിറ്റി. അപ്പോൾ വേരിയബിലിറ്റി കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, വേരിയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഹെൽപ്പ് അസ് ടു ഡിറ്റർമൈൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വേരിയേഷൻ ഇൻ ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ വേരിയേഷൻ. വേരിയേഷൻ ചെക്ക് ചെയ്യണമെങ്കിലും അത് കൺട്രോൾ ചെയ്യണമെങ്കിലും ആദ്യം വേരിയേഷൻ എത്രയെന്ന് അറിഞ്ഞിരിക്കണം. സോ ഡിസ്പേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിലിറ്റി മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അനദർ വൺ useful for further statistical analysis. It is useful for further statistical analysis. അപ്പോൾ നമുക്ക് ഡിസ്പേർഷൻ എത്രത്തോളം വേരിയബിലിറ്റി ഡാറ്റയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഡാറ്റ നമുക്ക് ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഹൈലി സ്കാറ്റേഡ് ആയിട്ടുള്ള, ഹൈലി വേരിയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു നിഗമനത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ദ ജനറൽ കൺക്ലൂഷൻ വിൽ നോട്ട് ബി ട്രൂ, അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. നല്ലൊരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു കാൽക്കുലേറ്റ്. വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയാനും വളരെ ക്ലിയർലി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡാറ്റയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഈസ് ഗുഡ് എന്ന് പറയാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി capable for further algebraic treatment. ഇനി വരുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫർദർ ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള അൾജിബ്രിക് ട്രീറ്റ്മെൻറ്റും മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റും നടത്തുകയും അതിൽ നിന്ന് കൂടുതലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലേക്ക് എത്തിച്ചേരാനും കഴിയുന്നുണ്ട് എങ്കിൽ ആ ഒരു ഡിസ്പേർഷൻ വളരെ നല്ലൊരു ഡിസ്പേർഷനാണ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. അതിൽ എക്സ്ട്രീം ഐറ്റംസ് ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. അതിലെ ഡാറ്റ നമ്മൾ എടുത്തിട്ടുള്ള ഡാറ്റ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് കുറവുള്ളതായിരിക്കണം. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ നിന്നെടുത്തിട്ടുള്ള സാമ്പിൾ തന്നെ ആയിരിക്കണം. അപ്പോൾ സാമ്പിൾ അതിൻ്റെ ഉള്ളിലെ സാമ്പിളിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലെ ഡാറ്റ വേരിയൻറ്റ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ആ ഒരു സാമ്പിൾ സാമ്പിൾ ആണ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.